ഇതൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഒരുപാട് പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ആർട്ട് എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ UAE ഒരു ആർട്ട് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പം ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഒരു ആർട്ട് എക്സിബിഷൻ്റെ ഓഫർ വരുന്നത് കേട്ടോ. തീർന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ചിത്രം വര. ചെറുപ്പത്തിൽ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഒരു 9th ആയതോടുകൂടി പഠിത്തം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വെക്കേണ്ടി വന്നു. അത് കോളേജ് എഡ്യൂക്കേഷൻ വരെ അങ്ങനെ നീണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം, അത് കഴിഞ്ഞ് നേരെ UAE വന്നു. ഇവിടെ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള കോർപ്പറേറ്റ് ജോബ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും സമയം കിട്ടാറില്ല. മന്ത്ലി നല്ലൊരു എമൗണ്ട് കയ്യിൽ സാലറി ആയിട്ട് കിട്ടുമെങ്കിലും എനിക്ക് എങ്ങനെയായിട്ടും അതിലൊന്നും ഹാപ്പി ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. അങ്ങനെ കുറേ കാലമായിട്ട് തീരെ പറ്റാണ്ട് വന്നപ്പോഴാണ് ജോലി റിസൈൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പം അങ്ങനെ കുറച്ച് മാസം മുന്നേ ജോബ് റിസൈൻ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പെയിൻറ്റിങ്സ് ഒരുപാട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ക്രാഫ്റ്റ് വർക്ക്സ്, സ്റ്റിച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് ചാനൽ തുടങ്ങി റീസെൻ്റ്ലി. ഇൻസ്റ്റാഗ്രാമിലും നല്ല ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. 3 പെയിൻറ്റിങ്സാണ് ഒരു ആർട്ടിസ്റ്റിന് അവർ അലോ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെയിൻറ്റിങ്സൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അതിൽ 5 സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു ഞാൻ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പെയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് സെല് ചെയ്യുന്ന പെയിൻറ്റിങ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല രീതിയിൽ വാർണിഷ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ റാപ്പ് ചെയ്തു. അങ്ങനെ പെയിൻറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടി റെഡിയാവാണ്. ഇവിടെ ഇപ്പോൾ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് സമ്മർ സ്റ്റാർട്ട് ചെയ്തു. സമ്മർ എന്ന് പറഞ്ഞെങ്കിൽ ഒറ്റയടിക്ക് കുത്തനെയാണ് ടെമ്പറേച്ചർ കയറിയത്. ഭയങ്കര ചൂടാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് മേക്കപ്പൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഉച്ച സമയമാണ്, നല്ലപോലെ വേർത്തൊലിക്കും. അങ്ങനെ പോവാൻ റെഡിയായി. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് കേട്ടോ. പെയിൻറ്റിങ്സൊക്കെ റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് താഴത്തേക്ക് എത്തിക്കുകയാണ് അടുത്ത ടാസ്ക്. അപ്പോൾ എങ്ങനെയൊക്കെ ലിഫ്റ്റിൽ കയറ്റി താഴത്തേക്ക് എത്തിച്ചു. അവിടുന്ന് പുറത്തോട്ട് എടുത്തു വെക്കുകയാണ്. ഫ്രണ്ട്സാണ് വരുന്നത് കൂടെ. ഹസ്ബൻഡിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുത്തിട്ട് അവർ വരുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ്. എന്താണെന്നറിയില്ല, നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. കുറേ നേരം ഇവിടെ ട്രാഫിക്കിൽ പെട്ട് കിടക്കേണ്ടി വന്നു. കുറച്ച് നേരത്തെ ഇറങ്ങി എന്തായാലും നന്നായി. നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കൊരു 2:30 ആയി. 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു എന്തായാലും. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ വന്നു. ഫോട്ടോസൊക്കെ അവിടെ നമ്മൾ വരച്ച പെയിൻറ്റിങ്സൊക്കെ അവിടെ നിരത്തി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊരു 10 മിനിറ്റത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. ഇവിടെ തന്നെയുള്ള കാലിക്കറ്റ് പാരഗൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ ബ്രാഞ്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ സാധാരണയായിട്ട് മീൽസ് കഴിക്കാനാണ് ഇവിടെ കൂടുതലും വരാറ്. അവരുടെ മീൽസ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മീൽസാണ് 3 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കിവരുടെ ലഞ്ചിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവരുടെ ഫിഷ് കറിയാണ് കേട്ടോ. അത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു. കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. പിന്നെ ഉറക്കം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.